1936 ഒക്ടോബർ 20 തനിക്ക് ലഭിച്ച നരകദർശനത്തെപ്പറ്റി വിശുദ്ധ ഫൗസ്റ്റീന കൊവാൽസ്ക തന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇന്ന് ഒരു മാലാഖ എന്നെ നരകഗർത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇത് അത്യുഗ്രമായ പീഡനത്തിന്റെ സ്ഥലമാണ്. ഇത് അതിവിശാലവും ഭയം തോന്നുന്ന വിധം അഗാധവുമാണ്. പലതരത്തിലുള്ള പീഡനങ്ങൾ ഞാൻ അവിടെ കണ്ടു. ഒന്നാമത്തെ പീഡനം നരകത്തെ നരകമാക്കി തീർക്കുന്നത് ദൈവം നിത്യമായി നഷ്ടപ്പെട്ടു എന്ന നിരാശയാണ്. രണ്ടാമത്തെ പീഡനം മനസ്സാക്ഷിയുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലാണ്. മൂന്നാമത്തെ പീഡനം ഒരുവന്റെ ഒരിക്കലും മാറ്റമില്ലാത്ത അവസ്ഥയാണ്. നാലാമത്തേത് ആത്മാവിനെ ദഹിപ്പിച്ച് നശിപ്പിക്കാതെ അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന ജ്വലിക്കുന്ന തീയാണ്. ദൈവകോപമായ ആത്മീയതയായതുകൊണ്ട് ഇത് അതികഠിനമായ സഹനമാണ്. അഞ്ചാമത്തെ പീഡനം നിത്യമായ ഇരുട്ടും ഭയങ്കരമായ ശ്വാസം മുട്ടിക്കുന്ന ഗന്ധവും ആണ്. ഇരുട്ടാണെങ്കിലും പിശാചുക്കളും നിത്യനാശത്തിൽ പതിച്ച ആത്മാക്കളും പരസ്പരം കാണുന്നുണ്ട്. തൻ്റെയും മറ്റുള്ളവരുടെയും തിന്മകളെല്ലാം ഇവർ കാണുന്നു. ആറാമത്തെ പീഡനം സാത്താൻ്റെ നിരന്തരമായ സഹവാസമാണ്. ഏഴാമത്തെ പീഡനം ഭയാനകമായ നിരാശയും ദൈവത്തോടുള്ള വെറുപ്പും നിന്ദ്യമായ വാക്കുകളും ശാപങ്ങളും ദൈവദൂഷണങ്ങളും ആണ്. ഈ സഹനങ്ങളെല്ലാം ഒരുമിച്ച് നിത്യമായി നശിച്ച ആത്മാക്കൾ സഹിക്കുന്നുണ്ടെങ്കിലും ഇതുകൊണ്ടും തീരുന്നില്ല അവരുടെ വേദനകൾ. ഓരോ ആത്മാവിനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക പീഡനങ്ങളും ഉണ്ട്. ഓരോ ആത്മാവും ചെയ്ത പാപത്തിനനുസൃതമായി അതിഭീകരവും വിവരിക്കാൻ സാധിക്കാത്തതുമായ പീഡനങ്ങളിലൂടെ അവർ കടന്നുപോകുന്നു. ഓരോന്നിലും വ്യത്യസ്തമായ കഷ്ടതകളോടുകൂടിയ പീഡനങ്ങളുടെ കുഴികളും ഗർത്തങ്ങളും ഉണ്ട്. സർവശക്തനായ ദൈവം എന്നെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈ പീഡനങ്ങളുടെ ദർശനത്തിൽ തന്നെ ഞാൻ മരിച്ചു പോകുമായിരുന്നു. പാപം ചെയ്യാൻ ഉപയോഗിച്ച അവയവത്തിന് നിത്യമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പാപികൾ അറിഞ്ഞിരിക്കട്ടെ. നരകം എന്താണെന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല എങ്കിലും നരകമില്ല എന്നും ആരും അവിടെ പോയിട്ടില്ല എന്നും ഒരാത്മാവും ഒഴികഴിവ് പറയാതിരിക്കാനായി ദൈവം നിർദ്ദേശിച്ച പ്രകാരമാണ് ഞാനിത് എഴുതുന്നത്. ഞാൻ സിസ്റ്റർ ഫൗസ്റ്റീന ദൈവകൽപ്പനയാൽ നരകത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് സാക്ഷ്യം നൽകാനും ആത്മാക്കളോട് അതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുമായി നരകം സന്ദർശിച്ചു. ഇതെല്ലാം എഴുതി വെക്കണമെന്ന കൽപ്പന ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നു. ഞാൻ എഴുതിയത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളുടെ നിഴൽ ചിത്രം മാത്രമാണ്. അവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം നരകത്തിൽ പതിച്ചിരിക്കുന്ന ആത്മാക്കളിൽ ഭൂരിഭാഗവും നരകം ഉണ്ടെന്ന് വിശ്വസിക്കാൻ മടിച്ചവരാണ് എന്നുള്ളതാണ്. തിരിച്ചു വന്നപ്പോഴും ആ നടുക്കത്തിൽ നിന്ന് ഞാൻ മോചനം നേടിയിരുന്നില്ല. എത്ര കഠിനമായി ആത്മാക്കൾ അവിടെ സഹിക്കുന്നു. തൽഫലമായി പാപികളുടെ മാനസാന്തരത്തിനായി തീവ്രമായി പ്രാർത്ഥിക്കുകയും ദൈവകരുണ അവരുടെ മേൽ ചൊരിയുന്നതിനായി അനുസ്യൂതം യാചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, ഒരു ചെറിയ പാപം പോലും ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ലോകാവസാനം വരെ അതികഠിനമായ പീഡകൾ സഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.